ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള ഗാന്ധി ദർശൻ ക്വിസിന് LP വിഭാഗം കുട്ടികൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഗാന്ധിജി ജനിച്ച പോർബന്ദറിന്റെ പഴയ പേര്? സുദാമാപുരി എന്നാണ് പോർബന്ദറിന്റെ പഴയ പേര്. ഗാന്ധിജി ജനിച്ച വർഷം 1869. 1869 ഒക്ടോബർ 2-നാണ് ഗാന്ധിജി ജനിച്ചത്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര തലത്തിൽ ഏത് ദിനമായി ആചരിക്കുന്നു? അഹിംസാ ദിനം. 2007 ജൂൺ 15-നാണ് ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2-നെ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചത്. ഗാന്ധിജിയുടെ പിതാവിന്റെ പേരെന്താണ്? കരംചന്ദ് ഗാന്ധി. എന്താണ് ഗാന്ധിജിയുടെ അമ്മയുടെ പേര്? പുത്ലിബായി. ബാരിസ്റ്റർ ആകാൻ ലണ്ടനിലെത്തുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സായിരുന്നു? 19 വയസ്സ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത്? രവീന്ദ്രനാഥ ടാഗോറാണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യം അഭിസംബോധന ചെയ്തത് ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യം അഭിസംബോധന ചെയ്തത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഏത് അവാർഡാണ് ഗാന്ധിജി തിരികെ നൽകിയത്? കൈസർ ഇ ഹിന്ദ്. ദക്ഷിണാഫ്രിക്കയിൽ ബോയർ യുദ്ധത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ മാനിച്ചാണ് ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് അവാർഡ് ബ്രിട്ടീഷുകാർ നൽകിയത്. 1915 ഗാന്ധിജിക്ക് ഈ അവാർഡ് നൽകി. പിന്നീട് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ഈ അവാർഡ് തിരികെ നൽകി. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1931 മാർച്ച് 5-നാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത്. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വൈഷ്ണവ ജനതോ തേനെ കഹിയെ എന്ന ഭജനയുടെ രചയിതാവ് ആരാണ്? നരസിംഹ മേത്ത. ഏതിനെതിരെയാണ് 1930 ഗാന്ധിജി ദണ്ഡിയാത്ര സംഘടിപ്പിച്ചത്? ഉപ്പിന് നികുതി ചുമത്തൽ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തി അതിൽ പ്രതിഷേധിച്ചാണ് 1930 മാർച്ച് 12-ന് ഗാന്ധിജി ദണ്ഡിയാത്ര സംഘടിപ്പിച്ചത്. എത്ര പേരോടൊപ്പമാണ് ഗാന്ധിജി ദണ്ഡിയാത്ര പോയത്? 78 പേരോടൊപ്പമാണ് ഗാന്ധിജി ദണ്ഡിയാത്ര പോയത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം? 1917 ഏപ്രിൽ 15-നാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിൽ നീലം കർഷകർക്ക് സംഭവിച്ച അനീതിയിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത്. 1917 ഏപ്രിൽ 15-നായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത്? ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയത്. ആരാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്? മഹാദേവ് ദേശായി. മഹാത്മാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലാണ് മഹാദേവ് ദേശായി അറിയപ്പെടുന്നത്. ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗോപാൽകൃഷ്ണ ഗോഖലെ. ആരാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു? ലിയോ ടോൾസ്റ്റോയ്. ആരാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത്? സി രാജഗോപാലാചാരി. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം? രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ.
എപ്പോഴാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്? 1920 ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. അന്ന് ആദ്യമായിട്ട് എത്തിയ സ്ഥലം കോഴിക്കോടായിരുന്നു. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. തിരുവിതാംകൂറിലെ അവർണ ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണ് ഈ വിളംബരം പുറപ്പെടുവിച്ചത്.